ഈ പുണ്യ ദിവസത്തിൻ്റെ ഈ സമയത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും നമ്മുടെ പള്ളിക്കാട്ടിൽ നമ്മുടെ മക്ബറയിൽ മറയടക്കപ്പെട്ട മോമിനുകളുടെയും മോമിനാത്തുകളുടെയും തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കുമാറാവട്ടെ. അവരുടെ ഖബറുകൾ അല്ലാഹു സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തിലും അഭിമാനത്തിലുമാക്കി നമ്മയും നമ്മുടെ കുടുംബങ്ങളെയൊക്കെ അല്ലാഹു ജീവിപ്പിക്കുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഫായിസീങ്ങളിൽ മുത്തക്കികളിൽ നമ്മയും നമ്മുടെ ഭാര്യ മക്കളെയൊക്കെ അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ലോകാനുഗ്രഹിയായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിച്ചത് ആ പ്രവാചകരെ ജീവിതത്തിൽ മാതൃകയാക്കുന്നതിനും ആ പ്രവാചകരെ പിൻപറ്റി ജീവിക്കുന്നതിനും വേണ്ടിയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക എന്ന് പറയുക നബിയെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല പറയിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകരോടുള്ള ഇത്തിബായിന് അനിവാര്യമായി ഉണ്ടാവേണ്ട അടിത്തറ മഹബത്താണ്. റസൂലുള്ളാഹി തങ്ങളോട് മഹബത്തില്ലാത്ത ഒരാൾക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകരെ പിൻപറ്റാൻ കഴിയുകയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആരൊക്കെ പിൻപറ്റുന്നുണ്ടോ എല്ലാവരുടെയും കഥ അങ്ങനെ തന്നെയാണ്. ഏതെങ്കിലും പന്ത് കളിക്കാരെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾ അങ്ങനെ അവരെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ ആ സ്നേഹം അവരോടുള്ള ഇത്തിബായി, അവർ ചെയ്യുന്നത് പോലെ ചെയ്യുക, അവർ പറയുന്നത് പോലെ പറയുക, അവർ പന്തെറിയുന്നത് പോലെ പന്തെറിയുക, അവർ അടിക്കുന്നത് പോലെ അടിക്കുക, അവർ ചാടുന്നത് പോലെ ചാടുക. ഇതൊക്കെ നമ്മുടെ മക്കളിൽ നമ്മൾ സ്ഥിരം കണ്ടുവരുന്നതാണ്. ക്രിക്കറ്റീസ് മുമ്പ് സച്ചിൻ ടെണ്ടുൽക്കർ വലിയ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്ന കാലത്ത് ഒരു ഷഹാദ് കലിമ പോലെ തന്നെ നമ്മുടെ ചെറുപ്പക്കാർ പറഞ്ഞിരുന്നൊരു വാക്കുണ്ട്, സച്ചിൻ ഈസ് മൈ ഗോഡ്, ക്രിക്കറ്റ് ഈസ് മൈ റിലിജൻ. എൻ്റെ മതം ക്രിക്കറ്റാണ്, എൻ്റെ ദൈവം അത് സച്ചിൻ ടെണ്ടുൽക്കറാണ് എന്ന് ചെറുപ്പക്കാർ, കുട്ടികളൊക്കെ, കളിക്കാരൊക്കെ പറയുന്നിടത്തേക്ക് വരെ ആ മഹബത്ത്, ആ സ്നേഹം അവരെ എത്തിക്കുന്നുണ്ട് എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ പ്രവാചകരോടുള്ള മഹബത്ത് 4 അടിത്തറകളിൽ നിന്നുകൊണ്ടുള്ളതാണ്. ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നതിന് 4 നിദാനങ്ങളുണ്ട്, അടിസ്ഥാനങ്ങളുണ്ട്. ആ 4 ഏതെങ്കിലുമൊക്കെ കാര്യത്തിൻ്റെ പേരിലാണ് സാധാരണ നിലയിൽ ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മിൽ സ്ഥിരമായി എന്നും നമ്മൾ കാണുന്ന ഒന്നാണ് ഖറാബത്ത്, കുടുംബ ബന്ധം എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരെ നമ്മൾ സ്നേഹിക്കുക, നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർ തെറ്റ് ചെയ്താൽ തന്നെയും നമ്മൾ അവരുടെ കൂടെ നിൽക്കുക, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരെ നമ്മൾ സംരക്ഷിക്കുക, നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരെ നമ്മൾ സഹായിക്കുക. ഇങ്ങനെ ഏത് കാര്യമായാലും നമ്മൾ നമ്മുടേത് എന്ന് പറയുന്നതിന് നമ്മുടെ കുടുംബത്തെ നമ്മൾ സഹായിക്കും, നമ്മളതിനെ സ്നേഹിക്കും. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകരെക്കാളും വലിയൊരു കുടുംബം നമുക്ക് ആരാണ്? അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ പ്രവാചകരാണ് അവരുടെ സ്വന്തം ശരീരത്തെക്കാളും സത്യവിശ്വാസികൾക്ക് പ്രിയപ്പെട്ടത് റസൂലുള്ളാഹി തങ്ങളാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകരോടുള്ളതിനേക്കാൾ വലിയൊരു കുടുംബ ബന്ധമൊന്നും നമ്മുടെ മാതാപിതാക്കളോട് പോലും നമുക്കില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകരാണ് നമുക്ക് ഏറ്റവും ബന്ധപ്പെട്ടയാൾ. അതിലേറെ ഒരു ബന്ധപ്പെട്ടയാൾ നമുക്കില്ല. വഅസ്വാജുഹു ഉമ്മഹാത്തുഹും. അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ ഭാര്യമാരൊക്കെ നമ്മുടെ ഉമ്മമാരാണ്, ആ ഉമ്മയുടെ മക്കളാണ്. റസൂലുള്ളാഹി തങ്ങൾ നമ്മുടെ പിതാവാണ്. ആ നിലയ്ക്കാണ് നമ്മുടെ കുടുംബ ബന്ധം നമ്മൾ സംരക്ഷിക്കുന്നതെങ്കിൽ, കുടുംബത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മൾ അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ മക്കളെക്കാളും റസൂലുള്ളാഹി തങ്ങളോട് ബന്ധപ്പെട്ടവരാണ്. ഒരു പിതാവിനോട് മക്കൾക്കുള്ളതിനേക്കാൾ ബാധ്യത അള്ളാഹുവിൻ്റെ പ്രവാചകരോട് നമുക്കുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, അസീസുൻ അലൈഹി മാ അനിത്തും. നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്നത് ആ പ്രവാചകരെ സംബന്ധിച്ചിടത്തോളം വളരെ അസഹ്യമാണ്. നിങ്ങൾക്കൊരു ജലദോഷം വരുന്നത്, നിങ്ങൾക്കൊരു പനി വരുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നത് ആ പ്രവാചകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകർക്ക് അത് സഹിക്കാൻ ഒരു കാരണവശാലും കഴിയുകയില്ല. അത്രമാത്രം അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നമ്മുടെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അത്യാഗ്രഹമുള്ളവനാണ്. നമ്മളൊക്കെ നന്നാവണം, നമ്മളൊക്കെ സ്വർഗത്തിൽ കടക്കണം, നമ്മളൊക്കെ ജീവിതത്തിൽ വിജയിക്കണം, നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടണം എന്ന
നമ്മളെക്കാൾ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകരെ പറ്റി അള്ളാഹു തആല പറയുന്നത് ഹരീസുൻ, അള്ളാഹുവിന്റെ പ്രവാചകർ അത്യാഗ്രഹമുള്ളവനാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. നമ്മുടെ കാര്യത്തിൽ അത്ര താല്പര്യമുള്ളവരാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് തന്നെ ആ പ്രവാചകരെക്കാളും നമുക്ക് മറ്റൊരാളോട് കടപ്പാട് പറയാനില്ല. നമ്മുടെ മാതാപിതാക്കളോടുള്ളതിനേക്കാൾ ഒരുപാട് ബന്ധം അള്ളാഹുവിന്റെ പ്രവാചകരോട് കുടുംബ ബന്ധം നോക്കിയാൽ തന്നെ നമുക്കുണ്ട്. രണ്ടാമതായിട്ട് ഒരാൾക്ക് മറ്റൊരാളോട് തോന്നാവുന്ന മഹബത്തിന്റെ നിദാനം എന്ന് പറയുന്നത് ജമാലാണ്, സൗന്ദര്യമാണ്. ആ സൗന്ദര്യത്തെ സംബന്ധിച്ചിടത്തോളവും അള്ളാഹുവിന്റെ പ്രവാചകരെക്കാൾ സൗന്ദര്യമുള്ള ഒരു പടപ്പ് അള്ളാഹിന്റെ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. സ്വഭാവത്തിലും സൃഷ്ടിപ്പിലും എല്ലാ അമ്പിയാക്കന്മാരെക്കാളും ഉയർന്നു നിൽക്കുന്നവരാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലം യുദാനുഹു ഫീ ഹിൽമിൻ വലാ കറമി, വിവേകത്തിലോ അതേപോലെ ആദരവിലോ അള്ളാഹുവിന്റെ പ്രവാചകരോട് അടുക്കുന്ന ഒരാൾ പോലും ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അള്ളാഹുവിന്റെ പ്രവാചകരോടുള്ളതിനേക്കാൾ വലിയ ഒരു ഖറാബത്തോ ഒരു കുടുംബ ബന്ധമോ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകരെ പറ്റി അള്ളാഹു തആല പറയുന്നത് സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ എല്ലാവരെക്കാളും സൗന്ദര്യം അള്ളാഹു തആല നൽകിയത് അള്ളാഹുവിന്റെ പ്രവാചകരാണ്. അള്ളാഹു തആല പറയുന്നത് ആ പ്രവാചകർ വസിറാജം മുനീറ, യാ അയ്യുഹൻ നബിയു, ഏ നബിയെ, നമ്മൾ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നത് മറ്റുള്ളവർക്ക് സാക്ഷിയായിക്കൊണ്ടും സുവിശേഷം അറിയിക്കുന്നവരായിക്കൊണ്ടും നരകം കൊണ്ട് മുന്നറിയിപ്പ് നൽകുന്നവനുമായിട്ടാണ് താങ്കളെ നാം നിയോഗിച്ചിരിക്കുന്നത്. വദാഇയൻ ഇലല്ലാഹി, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വിളിക്കുന്നവനും, ബിഇദ്നിഹി, അള്ളാഹിന്റെ ഇറാദത്ത് കൊണ്ട് കൽപ്പന കൊണ്ട് നേർമാർഗത്തിലേക്ക് വിളിക്കുന്നവനാണ്. വസിറാജം മുനീറ എന്ന് മാത്രമല്ല, പ്രകാശം പരത്തുന്ന വിളക്കാണ് താങ്കൾ എന്ന് അല്ലാഹു തആല പ്രവാചകരെ പറ്റി പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത് കാണാം. വിളക്ക് എന്ന് പറഞ്ഞാൽ ഇരുട്ടത്ത് വെളിച്ചം കാണാൻ ഉപയോഗിക്കുന്ന ഒരു പ്രകാശ കേന്ദ്രമാണ് വിളക്ക്. അതേപോലെ വഴികേടത്തരത്തില് ദുർമാർഗത്തില് അനാചാരങ്ങളിൽ മുഴുകിക്കഴിയുന്ന ഒരു സമൂഹത്തിന് നേർമാർഗ ദർശനം നൽകുന്ന കാര്യത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകർ ഒരു വിളക്ക് പോലെയാണ്, ഒരു പ്രകാശ ഗോപുരമാണ് എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ പറയുന്നത് കാണാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അള്ളാഹുവിന്റെ പ്രവാചകരെ പറ്റി മൗലൂദുകളിലൂടെ നമ്മൾ ഓതിയത്, നമ്മൾ പാടിയത്, നമ്മൾ പുകഴ്ത്തിയത്. അന്ത ഷംസുൻ അന്ത ബദറുൻ, താങ്കൾ സ്വയം പ്രകാശിക്കുന്ന സൂര്യനാണോ നബിയെ? അതല്ല, സൂര്യനിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ച് തിളങ്ങുന്ന പൂർണ്ണ ചന്ദ്രനാണോ നബിയെ? അന്ത നൂറു പൗക്കനൂരി, അതല്ല, അതിനേക്കാളൊക്കെ വലിയ പ്രകാശ ഗോപുരമാണോ താങ്കള് എന്ന് നമ്മൾ പുകഴ്ത്തി പറഞ്ഞത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, നല്ല കൂരിരുട്ടുള്ള രാത്രിയിൽ സൂചി, തുന്നുന്ന സൂചി താഴെ വീണാൽ അത് എടുക്കാൻ പോലും റസൂലുള്ള വീട്ടിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിളക്കിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകത്തിന്റെ മുഖകമലത്തിന്റെ വെളിച്ചം കൊണ്ട് തന്നെ ആ സൂചി ഞങ്ങൾക്ക് കാണാൻ കഴിയുമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ മങ്കൂസ് മൗലൂദിൽ പറഞ്ഞത്, ഇന്ന ബൈത്തൻ അന്ത സാക്കിനുഹു, ഏതെങ്കിലും വീട്ടിൽ അങ്ങ് താമസിച്ചാൽ ലൈസ മുഹ്താജൻ ഇല സുറൂജി, ആ വീട്ടിൽ വിളക്കിന്റെ ആവശ്യമില്ല നബിയെ. വിളക്കില്ലാതെ തന്നെ എന്തും കാണാൻ കഴിയുന്ന പ്രകാശമാണ് താങ്കളെന്ന് അള്ളാഹുവിന്റെ പ്രവാചകരെ പറ്റി മഹാന്മാര് പഠിപ്പിച്ചതും ആയിഷ ബീവി പരിചയപ്പെടുത്തിയതുമൊക്കെ അതുകൊണ്ട് തന്നെയാണ്. മൂന്നാമതായിട്ട്, ഒരാളെ സ്നേഹിക്കാൻ മറ്റൊരാൾക്ക് സ്നേഹത്തിന് നിദാനമായി വരുന്നത് കമാലിയത്താണ്, പൂർണ്ണതയാണ്. എല്ലാ അർത്ഥത്തിലും, സ്വഭാവത്തിലും, സംസ്കാരത്തിലും, സദാചാരത്തിലും എല്ലാത്തിലും പൂർണ്ണത പ്രാപിച്ച ഒരാളാവുക. അള്ളാഹുവിന്റെ പ്രവാചകരെ സംബന്ധിച്ചിടത്തോളം ശരീരപ്രകൃതി, ഷമായില്, അത് വിവരിക്കാൻ വേണ്ടി തന്നെ ഒരുപാട് കിതാബുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഷമായിൽ തിർമിദി പോലെയുള്ള ഒരുപാട് കിതാബുകളിൽ അള്ളാഹുവിന്റെ പ്രവാചകരുടെ ശരീരപ്രകൃതി പറയുന്നുണ്ട്. അതേപോലെ വൽ ഫലായിലി, അള്ളാഹുവിന്റെ പ്രവാചകരുടെ ശ്രേഷ്ഠതകള്, അള്ളാഹുവിന്റെ പ്രവാചകരുടെ പ്രവാചകൻ എന്ന നിലയ്ക്കുള്ള അടയാളങ്ങള്, ദലായിലും നുബുവകള്, അതേപോലെ ഒരു പ്രവാചകർക്കും അള്ളാഹു നൽകിയിട്ടില്ലാത്ത പ്രത്യേകതകള്, ഖസായിസുകള്, ഇതൊക്കെ വിവരിക്കുന്ന ഒരുപാട് ഗ്രന്ഥങ്ങള് നമ്മുടെ പൂർവികരായ മഹാന്മാരായ പണ്ഡിതന്മാര്, താബീകളായ പണ്ഡിതന്മാരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ പൂർണ്ണത നേരിട്ട് അനുഭവിച്ചത് കൊണ്ടാണ് മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, അള്ളാഹുവിന്റെ പ്രവാചകരുടെ കവിയാണ്,
റസൂലുള്ളാഹി തങ്ങളെ ചീത്ത പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ട് മുശ്രിക്കുകൾ പാട്ടുപാടുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകർ ഹസ്സാനോട് പറയും, താങ്കൾ അതിന് മറുപടി പറയണം. കാരണം നബി കവിയല്ല. റസൂലുള്ളാഹി തങ്ങൾക്ക് കവിത ചെല്ലാൻ കിട്ടൂല. കവിത റസൂലുള്ളാഹിന്റെ പ്രകൃതിക്ക് വഴങ്ങുന്നതല്ല. അതുകൊണ്ട് ഹസ്സാനിനോട് പറയും, ഹസ്സാൻ താങ്കൾ അവർക്ക് മറുപടി പറയുക. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ തകർക്കും, അല്ലാഹുമ്മ അയ്യിദിൽ ഹസ്സാന ബിറൂഹിൽ ഖുദ്സ്. അള്ളാഹുവേ, ശത്രുക്കളുടെ ദുരാരോപണങ്ങൾക്ക്, തെറികൾക്ക് മറുപടി പറയുന്ന ഹസ്സാന് നീ ജിബ്രീലിനെ കൊണ്ട് ശക്തിപ്പെടുത്തണേ, ജിബ്രീലിനെ കൊണ്ട് ബലപ്പെടുത്തണേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് വേണ്ടി. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സംരക്ഷണത്തിലും ആ ബലത്തിലും കവിത പാടിയിരുന്ന, കവിത ചൊല്ലിയിരുന്ന മഹാനാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു തങ്ങൾ. അദ്ദേഹം റസൂലുള്ളാഹിനോട് പറയുന്നുണ്ട്, വഅഹ്സനു മിൻക ലം തറഖത്തു ഐനി. നബിയേ, താങ്കളെക്കാളും ചൊറുക്കുള്ള ഒരാളെ, താങ്കളെക്കാളും വലിയൊരു സൗന്ദര്യത്തെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല നബിയേ. അതിലേറെ സൗന്ദര്യം ഞാൻ ദർശിച്ചിട്ടില്ല, എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല. വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ. താങ്കളെക്കാളും ജമാലുള്ള, സൗന്ദര്യമുള്ള, ചൊറുക്കുള്ള ഒന്നിനെ ഒരു പെണ്ണും പ്രസവിച്ചിട്ടില്ല നബിയെ എന്ന് റസൂലുള്ളാഹി തങ്ങളോട് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത് കളവല്ല, വെറും പുകഴ്ത്തലല്ല. അല്ലാഹു തആല അംഗീകരിക്കുന്ന, ഉള്ളത് മാത്രം പറയുന്ന പുകഴ്ത്തലാണ് റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത്. ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ. എല്ലാ കേടുകളിൽ നിന്നും സുരക്ഷിതനായിട്ടാണ് താങ്കളെ അല്ലാഹു തആല പടച്ചത്. താങ്കൾക്ക് ഒരു കുറവുമില്ല. ഏത് മനുഷ്യനും എന്തെങ്കിലും ഒരു കുറവുണ്ടാവും. ഒരു കുറവുമില്ലാത്തവനായിക്കൊണ്ടാണ് താങ്കളെ അല്ലാഹു തആല പടച്ചത്. കന്നക ഖദ് ഖുലിഖത കമാ തശാഉ. എത്രത്തോളം താങ്കൾ ആഗ്രഹിച്ചതുപോലെ താങ്കളെ അല്ലാഹു പടച്ചു എന്ന് തോന്നുമാറ് താങ്കളുടെ സൃഷ്ടിപ്പിന്റെ പൂർണ്ണത, താങ്കളുടെ സൗന്ദര്യത്തിന്റെ പൂർണ്ണത ഞാൻ കാണുന്നുവെന്ന് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകരോട് പറഞ്ഞതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ എല്ലാ അർത്ഥത്തിലും പൂർണ്ണതയുള്ളയാളാണ്. കമാലിയത്ത് പൂർണ്ണനായവരാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഒരുപാട് ശാരീരികമായ പ്രത്യേകതകള് സ്വഭാവത്തിൽ മാത്രമല്ല, ചിന്തയിൽ മാത്രമല്ല, ദീനിന്റെ മതപരമായ മാനദണ്ഡങ്ങളിൽ മാത്രമല്ല, എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന്റെ പ്രവാചകർ ഒരു ദിവസം പറഞ്ഞ സംഭവം ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇന്നി വല്ലാഹി ല അറാ മിൻ ഖൽഫി ലഹരി. ഞാൻ എൻ്റെ പിന്നിൽ നിന്ന് കാണുന്നുണ്ട് കമാ അറാ മിൻ ബൈനി യദയ്യ. എൻ്റെ മുന്നിലൂടെ കാണുന്നത് പോലെ ഞാൻ എൻ്റെ പിന്നിലൂടെ കാണുന്നുവെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചത് കാണാം. ഒരു ദിവസം റസൂലുള്ളാഹി പള്ളിയിൽ ഇമാമ് നിൽക്കുകയാണ്, ഒരാൾ പിന്നിൽ നിസ്കരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ കിബിലയ്ക്ക് തിരിഞ്ഞു നിൽക്കുമ്പോ പിന്നിൽ ഒരാള് ആ ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ട് നിസ്കരിക്കുന്നുണ്ട്. അയാളുടെ നിസ്കാരത്തിൽ തുമഅനീനത്തില്ല. അയാളുടെ നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അയാൾ ശ്രദ്ധിക്കുന്നില്ല, പാലിക്കുന്നില്ല. ഇത് റസൂലുള്ളാഹി തങ്ങൾ പിന്നിലൂടെ കാണുകയാണ്. നിസ്കാരം കഴിഞ്ഞപ്പോ ആ ആളെ മാത്രം വിളിച്ചുകൊണ്ട് അള്ളാഹിന്റെ റസൂല് പറയുകയാണ്, ഏ മനുഷ്യ, നീ നിന്റെ നിസ്കാരം ഒന്ന് ശരിയാക്കിക്കൂടെ? നീ അള്ളാഹിന്റെ മുമ്പിലല്ലേ നിൽക്കുന്നത് എന്ന് അയാളോട് അള്ളാഹിന്റെ റസൂല് പറഞ്ഞു. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഞാൻ മുന്നിലൂടെ കാണുന്നത് പോലെ പിന്നിലൂടെയും ഞാൻ കാണുന്നുണ്ട് എന്ന് അള്ളാഹിന്റെ റസൂല് പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്നു. എന്തുകൊണ്ടാണിത്? അല്ലാഹു തആല അങ്ങനെയാ റസൂലുള്ളാഹിനെ പടച്ചത്. നമ്മൾ മനസ്സിലാക്കുന്ന ഈ മാനദണ്ഡങ്ങളും ഈ ചിന്തകളും വെച്ചിട്ടൊന്നും അള്ളാഹുവിന്റെ റസൂലിനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ കഴിവിന്റെ, നമ്മുടെ അറിവിന്റെ, നമ്മുടെ മാനദണ്ഡങ്ങളുടെ എത്രയോ അകലെയാണ് അള്ളാഹുവിന്റെ പ്രവാചകനെ അള്ളാഹു തആല രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് മഹാന്മാരായ കവികളും മറ്റൊക്കെ പറഞ്ഞത്, വിശുദ്ധരാകും നബിതൻ ചരിത്രം വചിച്ചിടുന്നോർ പരിശുദ്ധരാകും, വിശിഷ്യ കേൾക്കുന്ന ജനങ്ങളെല്ലാം വിശുദ്ധരായി തന്നെ ഭവിക്കുമല്ലോ. അനന്യ സാമാന്യ ഗുണങ്ങൾ തിങ്ങും മാന്യൻ നബി തന്നെ ദർശനേന ജനങ്ങളെല്ലാം കൃതകൃത്യരായാർ, ധനം ലഭിച്ച ഒരു ദരിദ്രരെ പോൽ എന്ന് കവി പാടിയത് അതുകൊണ്ടാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ ആ കാണാൻ ഭാഗ്യം കിട്ടുക എന്നത് ചെറിയൊരു ഭാഗ്യമല്ലല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകരെ കണ്ടാൽ, ഒന്ന് കണ്ടു റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുന്നതിന്റെ മുമ്പ് ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂലുള്ളാഹി തങ്ങളെ മുഅ്മിനായ ഒരു മനുഷ്യൻ കലിമ ചൊല്ലിയതിന്റെ ശേഷം റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് ഒറ്റ പ്രാവശ്യം ഒന്ന് നോക്കിയാൽ
ആ മനുഷ്യനെ പറ്റിയാണ് നമ്മൾ സഹാബി എന്ന് പറയുന്നത്. ഒരു ദിവസം റസൂലുള്ളാഹിന്റെ ഒപ്പം ജീവിക്കണ്ട, ഒരാഴ്ച ഒരു വർഷമോ ജീവിക്കണ്ട, ഒരു നിമിഷം മൂമിനായിക്കൊണ്ട് റസൂലുള്ളാഹി തങ്ങളെ ഒന്ന് കണ്ടാൽ അവനെ പറ്റിയാണ് സ്വഹാബി എന്ന് പറയാ. ആ ആളെ പറ്റിയാണ് റസൂലുള്ളാഹി പറഞ്ഞത്, അസ്വഹാബി കന്നുജൂം ഫബി അയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. എൻ്റെ സ്വഹാബാക്കൾ നക്ഷത്രങ്ങളെ പോലെ നേർമാർഗത്തിന്റെ നിദർശനങ്ങളാണ്, നിങ്ങൾക്ക് നേർമാർഗം കാണിച്ചു തരുന്നവരാണ്. അവരെ ആരെ നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾ നേർമാർഗം സിദ്ധിച്ചവരാകും, ശരിയായവരാകും എന്ന് റസൂലുള്ളാഹി പറയുന്നത് ആരെയാണ്? റസൂലുള്ളാഹിനെ ഒന്ന് കാണാൻ ഭാഗ്യം കിട്ടിയ ആളെ കുറിച്ചാണ്. അതാണ് മഹത്വം. ഒന്ന് കണ്ടാൽ മതി, അതോടുകൂടെ ഇവൻ നന്നായി. മുഅ്മിനായിക്കൊണ്ട് റസൂലുള്ളാഹിനെ കണ്ടാൽ അവന്റെ ഈമാൻ അവിടെ പൂർണ്ണമായി, അവന്റെ ചിന്ത ശരിയായി, അവന്റെ കാഴ്ചപ്പാടുകൾ ശരിയായ രൂപത്തിലായി, അവൻ പൂർണ്ണമായി സംസ്കരിക്കപ്പെട്ടവനായി മാറും എന്നാണ് റസൂലുള്ളാഹി തങ്ങൾ ഈ ഹദീസിലൂടെയൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതേപോലെ തന്നെ നാലാമത്തെ കാര്യം, അള്ളാഹുവിന്റെ പ്രവാചകരിൽ നിന്ന് ഒരാള് മറ്റൊരാളെ സ്നേഹിക്കുന്നതിന്റെ മാനദണ്ഡമായി നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇഹ്സാനാണ്. അയാളിൽ നിന്ന് വല്ലതും കിട്ടിയിട്ടുണ്ടാവും, എന്തോ അയാൾ കൊടുത്തിട്ടുണ്ടാവും. അയാളുടെ മകളെ കെട്ടിക്കുമ്പോൾ ഇവന്റെ മകളുടെ കല്യാണത്തിന് ഒരു 10,000 അല്ലെങ്കിൽ ഒരു പവനോ വാങ്ങി കൊടുത്തിട്ടുണ്ടാവും. എന്നാൽ ആ സ്നേഹം അവനിക്ക് അയാളോട് ഉണ്ടാകും, മരിക്കുന്നത് വരെ ഉണ്ടാകും. നന്ദിയുള്ളവനാണെങ്കിൽ അവൻ അയാളോട് ആ ബഹുമാനവും ആ സ്നേഹവും കാണിക്കും. എന്നതുപോലെ വല്ല ഗുണം കിട്ടുക, അതല്ലേ പ്രധാനം. നമ്മളൊന്ന് ആലോചിക്ക്, അള്ളാഹുവിന്റെ പ്രവാചകരിൽ നിന്ന് കിട്ടിയതിനേക്കാൾ വലിയൊരു ഭാഗ്യം നമുക്ക് വേറെ ആരുന്നാ കിട്ടിയത്? ഏറ്റവും വലുത് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, ഹിദായത്ത് കിട്ടി. നമ്മൾ മുസ്ലിമീങ്ങളായി. റസൂലുള്ളാഹി തങ്ങൾ വന്നില്ലായിരുന്നുവെങ്കിൽ, ആ ഹിദായത്ത് നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് ചൊല്ലാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ അവസ്ഥ? നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ അധപ്പതനം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഏറ്റവും അധപ്പതനത്തിൽ ജീവിക്കേണ്ട, ഏറ്റവും വൃത്തികെട്ടൊരവസ്ഥയിൽ ജീവിക്കേണ്ട ഗതികേടിലായിരിക്കും നമുക്ക് സംഭവിക്കുക. ആ അവസ്ഥ മാറ്റിത്തന്നതാരാ? അള്ളാഹുവിന്റെ പ്രവാചകരാണ്. ആ പ്രവാചകൻ വന്നില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിയായ അർത്ഥത്തിൽ സത്യത്തിന്റെ നേർമാർഗത്തിന്റെ ദർശനം നമുക്കൊരിക്കലും ലഭിക്കില്ല. അള്ളാഹുവിന്റെ പ്രവാചകരാണ് നമ്മുടെ ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയത്. അതുകൊണ്ടാണ് അല്ലാഹു തആല റസൂലുള്ളാഹി തങ്ങളെ പറ്റി പറഞ്ഞത്, ഇന്നക തീർച്ചയായിട്ടും നബിയെ താങ്കൾ ലതഹ്ദി, തീർച്ചയായും താങ്കൾ ഹിദായത്താക്കും ഇലാ സിറാത്തിൽ മുസ്തഖീം, ചൊവ്വായ മാർഗത്തിലേക്ക്. അള്ളാഹു ഹിദായത്താക്കുന്നത് പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് പോലെ 2 സത്യം ചെയ്തിട്ടാണ് അല്ലാഹു തആല പറയുന്നത്. തീർച്ചയായും താങ്കൾ നബിയെ നേർമാർഗത്തിലേക്ക് ആളുകളെ നയിക്കുമെന്ന അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത് ഈ പ്രവാചകൻ നമ്മളെ ആക്കി എന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തീർന്നില്ല. ആ പ്രവാചകർക്ക് നമ്മളോടുള്ള സ്നേഹവും നമ്മളോടുള്ള ആ കരുണയും ഇവിടെ അവസാനിക്കുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് വേണ്ടി രാവും പകലുമില്ലാതെ പരിശ്രമിച്ചവരാണ്. അള്ളാഹുവിന്റെ റസൂൽ തന്നെ പറയുന്നുണ്ട്, അന ആഖിദും ബിഹുജ്സിക്കും, ഞാൻ നിങ്ങളുടെ അരക്കെട്ട് മുറുക്കി പിടിക്കുന്നവനാണ്. കയ്യിൽ പിടിച്ച് വലിക്കല്ല, അരക്കെട്ടിലൂടെ 2 കൈകൾ ഒരാളെ രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവൻ കുതറി മാറാതിരിക്കണമെങ്കിൽ അവന്റെ അരക്കെട്ടിൽ പിടിക്കണം. റസൂലുള്ളാഹി പറയാ, ഞാൻ നിങ്ങളുടെ അരക്കെട്ടിൽ പിടിക്കുന്നവനാണ്. എന്തിനു വേണ്ടിയാ പിടിക്കുന്നത്? ഹലുമ്മാനിന്നാരി, നീ നരകത്തിലേക്ക് പോണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ അരക്കെട്ടിൽ പിടിച്ച് വലിക്കുകയാണ്. എന്നിട്ടും നിങ്ങൾ എന്നെ ജയിക്കുകയാണ്, നിങ്ങൾ എന്നെ തോൽപ്പിച്ച് ജയിക്കുകയാണ്. എന്റെ പിടുത്തത്തിൽ നിന്ന് ഊരി രക്ഷപ്പെട്ടിട്ട് തഖ്ഹമൂന ഫീഹാ, നിങ്ങൾ ഈയാമ്പാറ്റകൾ തീയിൽ പോയി ചാടുന്നത് പോലെ നരകത്തിൽ പോയി ചാടുകയാണ്. എനിക്കിത് സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് പറയുന്നുവെന്ന് പറയുന്ന ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ നമുക്ക് ഗുണം ചെയ്തവരാരാണ്? ഇതിലേറെ ആരാ നമുക്കുള്ളത്? അള്ളാഹുവിന്റെ പ്രവാചകരെക്കാളും വേറെ ഒരു ഗുണവും നമുക്ക് ആരെ കൊണ്ടും ഇതുവരെ കിട്ടിയിട്ടില്ല, ഇനി കിട്ടാനും പോകുന്നില്ല. ഇനി ആഖിറത്തിൽ ചെന്നാലോ, പരലോകത്ത് അള്ളാഹുവിന്റെ പ്രവാചകർ നമുക്കാരാ? അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ റസൂലുള്ളാഹി തങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഭ്രാന്തൻ, തമ്മാടി, ചതിയൻ, സിഹ്റൻ, മന്ത്രവാദി എന്നൊക്കെ പറഞ്ഞ് റസൂലുള്ളാഹിനെ പലതും പറഞ്ഞ് മക്കാ ഖുറൈശികൾ ആക്ഷേപിച്ചു. വഹിയ് ഇടയ്ക്കൊന്ന് പിന്തിയപ്പോ മുഹമ്മദിന്റെ ദൈവം മുഹമ്മദിനെ ഉപേക്ഷിച്ചു എന്നവര് പ്രചരിപ്പിച്ചു. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ
മാനസികമായി തളർന്നു, വളരെ ക്ഷീണിതനായി അള്ളാഹുവിന്റെ പ്രവാചകർ വിഷമിച്ച സന്ദർഭത്തിലാണ് വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ എന്ന സൂറത്ത് ഇറങ്ങുന്നത്, വല്ലുഹാ വല്ലൈലി ഇറങ്ങുന്നത് റസൂലുള്ളാഹിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ സൂറത്താണ്. അതിൽ അല്ലാഹു തആല തുടക്കം മുതലൊക്കെ റസൂലുള്ളാഹിനെ സമാധാനിപ്പിച്ചിട്ട് അവസാനം അല്ലാഹു പറയുകയാണ് വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ, ഈ ലോകത്തേക്കാൾ താങ്കൾക്ക് ഏറ്റവും ഖൈർ പരലോകമല്ലേ നബിയെ? ഈ ലോകത്ത് ആരോ കുറ്റം പറഞ്ഞു, ഇവിടെ ആരോ ഭ്രാന്തൻ എന്ന് പറഞ്ഞു, ഇവിടെ ആരോ സിഹറൻ എന്ന് പറഞ്ഞു, ഇതിന്റെ പേരിലൊക്കെ എന്തിനാണ് നബിയെ ഈ ലോകത്ത് നിങ്ങൾ വിഷമിക്കുന്നത്? താങ്കൾക്ക് ആ പരലോകമല്ലേ ഖൈറ്, അതല്ലേ താങ്കൾക്ക് വേണ്ടത്? വലസൗഫ യുഅ്തീക റബ്ബുക ഫതർലാ, താങ്കൾക്ക് വേണ്ടതൊക്കെ അല്ലാഹു തആല നൽകുകയില്ല നബിയേ. എന്താണ് താങ്കൾക്ക് വേണ്ടത്? വേണ്ടതൊക്കെ തരാം. ഫതർലാ, അങ്ങനെ മതി 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 എന്ന് നിങ്ങൾ പറയുന്നത് വരെ ഞാൻ തരുമല്ലോ നബിയേ, പിന്നെന്തിനാ താങ്കൾ വിഷമിക്കുന്നത് എന്ന് അല്ലാഹു തആല അവന്റെ ഹബീബായ പ്രവാചകരെ ആശ്വസിപ്പിക്കുമ്പോ സന്തോഷിപ്പിച്ച നബിയല്ല നമ്മുടെ നബി. അപ്പോഴും റസൂലുള്ളാഹി സന്തോഷിച്ചിട്ടില്ല. അപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി ഇതല്ല, അല്ലാ ഞാൻ തൃപ്തിപ്പെടില്ല റബ്ബേ, നീ എന്തൊക്കെ തന്നാലും, സ്വർഗത്തിന്റെ താക്കോലുകളും അതിന്റെ അധികാരങ്ങളൊക്കെയും എന്റെ കയ്യിൽ തന്നാലും, ഷഫാഅത്തുൽ ഉളമ തന്നാലും ഞാൻ അതുകൊണ്ട് തൃപ്തിപ്പെടില്ല റബ്ബേ. മഖാമും മഹമൂദ് കിട്ടിയാലും വസീലത്തും ഫളീലത്തും എന്ന പദവികളൊക്കെ കിട്ടിയാലും ഇതല്ല അല്ലാഹ്, ഇതല്ല അല്ലാഹ്, ഞാൻ തൃപ്തിപ്പെടില്ല റബ്ബേ, ഞാൻ തൃപ്തിപ്പെടില്ല റബ്ബേ. വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ, എന്റെ സമുദായത്തില്, എന്റെ ഉമ്മത്തില് എന്നെ വിശ്വസിച്ചവരിൽ ഒരാളെങ്കിലും നരകത്തിൽ കിടക്കുന്ന സമയത്ത് എനിക്ക് തൃപ്തിപ്പെടാൻ, എനിക്ക് സമാധാനിക്കാൻ, എനിക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയില്ലെന്ന് പ്രഖ്യാപിച്ച ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതാണ് നമ്മുടെ നബി. ഈ നബിയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ മുഅ്മിനീങ്ങളെ? ആ നബിയെ തിരിയണമെങ്കിൽ നമ്മൾ എവിടെ എത്തണം? ആ റസൂലുള്ളാഹിനെ നമുക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ അല്ലാഹുവിന്റെ പ്രവാചകരെ മനസ്സിലാക്കാൻ കഴിയാത്ത നമ്മുടെ കുറ്റമാണ്. മഹാന്മാരായ പണ്ഡിതന്മാര് റസൂലുള്ളാഹി തങ്ങളെ പരിചയപ്പെടുന്നതിനെ പറ്റി പറയട്ടെ, വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, അല്ലാഹനെ അറിയേണ്ട വിധം അറിയാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നതുപോലെ തന്നെ മഹാന്മാര് പഠിപ്പിക്കുന്ന ഇമാം സുബൈരി, മുഹമ്മദ് സുബൈരി, അദ്ദേഹത്തിന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിന്റെ വ്യാഖ്യാനമായ ഇത്ഹാഫിന്റെ 1-ാമത്തെ വാള്യം 13-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. ഞാൻ ഈ കിതാബിന്റെ പേജ് നമ്പറൊക്കെ പറയുന്നത് എന്തിനാ വെച്ചാൽ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ വിചാരിച്ചിട്ടാ. ഇപ്പൊ എല്ലാവരും നോക്കിയിട്ട് ഇവിടേക്ക് എത്തിക്കൊള്ളണമെന്നില്ല. എല്ലാ മൗലവിമാരോടും കിതാബിലുള്ളവർ സംസാരിക്കൂല. ആദ്യം എന്താന്ന് തിരിയണ്ടേ? അപ്പൊ നിങ്ങൾ ആകുകയാണെങ്കിൽ നിങ്ങളുടെ ആളുകൾക്ക് അയച്ചു കൊടുത്തോളി, അവരെ കേട്ട് മനസ്സിലായിക്കോട്ടെ. ഈ കിതാബ് കിട്ടുകയാണെങ്കിൽ അവർ നോക്കി മനസ്സിലാക്കിക്കോട്ടെ വിചാരിച്ചിട്ടാ. എല്ലാവരും വെറുതെ പറയണല്ല. ഇമാം സുബൈരി ഇത്ഹാഫിന്റെ 1-ാം വാള്യം 13-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, ലാ യഖ്ദിറു അഹദുൻ അൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ ഖദരിഹി, റസൂലുള്ളാഹിനെ അറിയേണ്ട വിധം അറിയാൻ ഒരാൾക്ക് കഴിഞ്ഞിട്ടില്ല, ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ, അല്ലാഹുവല്ലാതെ റസൂലുള്ളാഹിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് അങ്ങനെ പറഞ്ഞാൽ എന്താണ്? നമ്മളൊന്ന് ചെറിയ ലെവലിൽ ഒന്ന് ചിന്തിക്കാനാണ് ഞാനിത് പറയുന്നത്. നമുക്കൊക്കെ ബാധിക്കുന്ന ഒരു അസുഖം, നമുക്കൊക്കെ സംഭവിക്കുന്ന ഒരു അബദ്ധം സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പറയാം. എന്താ കാരണം? ഇന്നമായ ഹൈരിഫു കുല്ല വാഹിദിൻ മിൻ മിഖ്ദാരിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി മിഖ്ദാരി മാ ഇൻദഹു ഹുവ, ഏതൊരാളും റസൂലുള്ളാഹി തങ്ങളെ മനസ്സിലാക്കുന്നത് അവന്റെ ഖദറിൽ നിന്നുകൊണ്ടാണ്. ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ബോക്സ് വാങ്ങുമ്പോൾ 6 ഇഞ്ച് നീളത്തിലുള്ള ഒരു സ്കെയില് കിട്ടും. അവന്റെ സ്കൂളിലുള്ള കാര്യങ്ങൾ, അവൻ വരയ്ക്കുന്നത്, ചിത്രം വരയ്ക്കുന്നത്, അല്ലെങ്കിൽ അതുപോലെയുള്ള എല്ലാ കാര്യത്തിനും 6 ഇഞ്ച് സ്കെയിലാണ് ആ കുട്ടി ഉപയോഗിക്കുക. ഒരുപാട് ഉപകാരമുള്ള ഒരു സ്കെയിലാണ് ഈ 6 ഇഞ്ച് സ്കെയില്. ശരി തന്നെയാണ്. പക്ഷെ ആ 6 ഇഞ്ചിന്റെ സ്കെയിലാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ 6 ഇഞ്ചിന്റെ സ്കെയില് കൊണ്ട് NH 544 ഫോർട്ട് കൊച്ചി മുതൽ സേലം വരെ അളക്കാൻ ശ്രമിച്ചാൽ എങ്ങനെ ഉണ്ടാവും? സ്കെയില് നല്ല സ്കെയിലാവും, കുഴപ്പമില്ല. നല്ല 6 ഇഞ്ചിന്റെ പുതിയ സ്കെയിലാണ്. ആ സ്കെയിൽ കൊണ്ടാണ് 3-ാം ക്ലാസ്, 4-ാം ക്ലാസ്സും 5-ാം ക്ലാസ്സും 10-ാം ക്ലാസ്സും +2 ഒക്കെ പഠിക്കുമ്പോഴൊക്കെ ആ സ്കെയിലുണ്ട്. നല്ല സ്കെയിലാ, ഉപകാരമുള്ള സ്കെയിലാ. പക്ഷെ ആ സ്കെയിലും കൊണ്ട് നമ്മൾ NH 544 കൊച്ചി മുതൽ സേലം വരെ അളക്കാൻ ഒരാൾ മെനക്കെട്ട നമ്മൾ അവനെ പറ്റി പിരാന്തെന്നാ പറയാം. കാരണം ആ സ്കെയിലിൽ അത് ഒതുങ്ങൂല.
ഈ 6 ഇഞ്ച് സ്കെയിൽ കൊണ്ട് അളക്കാൻ കഴിയില്ല. ഈ ഹൈവേ എന്ന് പറഞ്ഞത് ഇത്രയും ദൂരം ഒന്നും അളക്കാൻ ഒരു മനുഷ്യനെ കൊണ്ട് കഴിയില്ല. ആ സ്കെയിൽ അതിന് പറ്റൂല. അപ്പൊ അതുകൊണ്ട് തന്നെ കേട് ഏതിനാ? ഹൈവേക്ക് കേടൊന്നുമില്ല, അത് അത്ര നീളമുള്ള സാധനം തന്നെയാണ്. പക്ഷേ അളക്കാൻ പോകുന്ന ആളുടെ കയ്യിലുള്ള സ്കെയില് ചെറിയൊരു സ്കെയിലാണ്. ആ സ്കെയിൽ കൊണ്ട് വലിയൊരു സാധനത്തെ അളക്കാൻ കഴിയില്ല. നമ്മുടെ ബുദ്ധി പരിമിതമായ ബുദ്ധിയാണ്, നമ്മുടെ അറിവ് പരിമിതമായ അറിവാണ്. നമ്മുടെ അളവ് വെച്ചിട്ട് വേറൊരാൾ അളക്കാൻ ശ്രമിച്ചാൽ കഴിയില്ല. ഉദാഹരണത്തിന് ഞാനൊരു മൂല്യരാണ്. ഞാൻ മുഹമ്മദ് അലി ഹദറത്ത്, നിങ്ങൾക്കൊക്കെ അറിയാലോ, കൊടുവായൂർ മുഹമ്മദ് അലി ഹദറത്ത്, അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ഹാഫിയത്തും നൽകുമാറാവട്ടെ. ഞാൻ ആ മൂപ്പരെ അളക്കാൻ ശ്രമിച്ചു, എങ്ങനെ ഉണ്ടാവും? ആ മുഹമ്മദ് അലി ഹദറത്തിന് എത്ര വിവരമുണ്ട് ഞാൻ അളക്കാൻ ശ്രമിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഞാനൊരു പൊട്ടൻ എന്നെ അതുകൊണ്ട് വരൂ. പക്ഷെ മൂപ്പർക്ക് അടുക്കൽ ഞാൻ ചെന്നാലോ, മൂപ്പർക്ക് 1 മിനിറ്റ് കൊണ്ട് എന്നെ മനസ്സിലാവും എത്രത്തോളം പോരും, ഇത്ര കിലോ ഉണ്ട്, ഇത്ര ഗ്രാം ഉണ്ട്, ഇത്ര മില്ലി ഗ്രാം ഉണ്ട്. മൂപ്പർക്ക് അത് മനസ്സിലാവും. കാരണം എന്നെക്കാൾ എത്രയോ ഉയർന്നു നിൽക്കുന്ന ഒരാളാ. മൂപ്പരുടെ സ്കെയില് വലിയ സ്കെയിലാ. അപ്പൊ എന്നെ അളക്കാൻ മൂപ്പർക്ക് വലിയ പണിയൊന്നും ഉണ്ടാവില്ല. മറിച്ച് ഞാൻ മൂപ്പരെ അളക്കാൻ ശ്രമിച്ചാൽ ഞാൻ പോയത്തക്കാരനായി പൊട്ടനായി മാറും. എനിക്കതിന് കഴിയില്ല. എൻ്റെ സ്കെയില് വളരെ ചെറുതാണ്. ഇതുപോലെയാണ് റസൂലുള്ളാഹി തങ്ങളെ അളക്കണമെങ്കിൽ അതിലേറെ കഴിവുള്ള ഒരാൾക്ക് മാത്രമേ അദ്ദേഹത്തെ അളക്കാൻ കഴിയൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അല്ലാഹുക്കല്ലാതെ റസൂലുള്ളാഹിന്റെ ഹഖീഖത്ത് മനസ്സിലാകൂല. പിന്നെ ആരാണ് റസൂലുള്ളാഹിനെ മനസ്സിലാക്കിയത്? ഈ ഉമ്മത്തിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളാണ് ഏറ്റവും അധികമായിട്ട് റസൂലുള്ളാഹിനെ മനസ്സിലാക്കിയ ആള്. എന്നാൽ ആ അബൂബക്കർ സിദ്ദീഖ് പോലും അറിയാത്ത ഒരു നബി ഉണ്ട്. നബിക്ക് പ്രത്യേകതയുണ്ട്, അത് അല്ലാഹുക്ക് അറിയും. ഉമർ ഫാറൂഖ് നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഉമർ ഫാറൂഖ് മനസ്സിലാക്കാത്തതും അബൂബക്കർ സിദ്ദീഖ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ആളുകളെ തിരിച്ചറിയേണ്ടത്. നമ്മുടെ അളവ് പോലെ വെച്ചിട്ട് എല്ലാവരെയും അളക്കാൻ ശ്രമിക്കരുത്. ആ സ്കെയിലിൽ അത് കൊള്ളൂല, അതിലൊതുങ്ങൂല. നമ്മൾ വെറുതെ അളർന്ന് പരാജയപ്പെട്ടു പോകും, പൊട്ടന്മാരായി പോകും എന്നതാണ് സംഭവിക്കുക. നമുക്ക് ഈ ആളുകളെ അളക്കാൻ വല്ല അറിവും നമ്മുടെ ഇതുണ്ട്. നമ്മളിപ്പോൾ ഒരു മൂല്യരെ അളക്കണമെങ്കിൽ എന്താ, അവരുടെ താടി എത്ര നീളുണ്ട്, കുപ്പായ എത്ര നീളുണ്ട്, തലീക്കെട്ട് എത്ര വലിപ്പുണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മളൊരു മൂല്യരെ വിലയിരുത്തുക. അയാൾക്ക് വിവരം ഉണ്ടോ ഇല്ലയോ, ആൾ ഓതി പഠിച്ചിട്ടാണോ അതോ വേഷം കെട്ടിയതാണോ നമുക്കറിയില്ല. അത് അറിയുന്നവർക്കേ അത് അറിയൂ. അല്ലാത്തവർക്ക് വേഷം കെട്ടി ഏത് കഴുതയ്ക്കും വേഷം കെട്ടിയാൽ തലീക്കെട്ട് കെട്ടിയ മൂല്യരാവാ. അതുപോലെ അല്ല നമ്മൾ അളക്കേണ്ടത്. അത് വിവരമുള്ളവരുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിലേറെ അറിവുള്ള ആൾക്കാണ് അത് മനസ്സിലാക്കാൻ കഴിയുക. അപ്പൊ റസൂലുള്ളാഹി തങ്ങളെ പറ്റി ഒരു മാസം, നമ്മൾ ഇന്ന് റബീഉൽ അവ്വൽ 30 അല്ലെങ്കിൽ റബീഉൽ ആഖിർ 1 ആണ്, ഏതായാലും റസൂലുള്ളാഹി തങ്ങളെ പറ്റി നമ്മൾ ഇത്ര ദിവസം പറഞ്ഞതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. റസൂലുള്ളാഹിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂൽ ഒരു മനുഷ്യനാണ് എന്ന് മനസ്സിലായി കിട്ടിയാൽ നമ്മൾ വലിയ ഭാഗ്യവാനാണ്. പക്ഷേ അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും ഹൈറായവരാണ് റസൂലുള്ളാഹ് എന്ന് മനസ്സിലാക്കിയാൽ അതാണ് വലിയ അറിവ്. പിന്നെ നമുക്കുണ്ടാവേണ്ടത് തിരിഞ്ഞില്ല എന്ന തിരിച്ചറിവാണ് അത്യാവശ്യം ഉണ്ടാകേണ്ട ഒരു അറിവ്. റസൂലുള്ളാഹിനെ നമുക്ക് തിരിഞ്ഞിട്ടില്ല. റസൂലുള്ളാഹിനെ മനസ്സിലാക്കാനുള്ള അറിവ് നമുക്കില്ല. അത് റസൂലുള്ളാഹിന്റെ കുഴപ്പമല്ല. ഇപ്പൊ റസൂലുള്ളാഹിനെ പറ്റി ഓരോരുത്തരെ കുറ്റം പറയാ, അങ്ങനെയായി ഇങ്ങനെയായി. ഇന്നത്തെ അളവ് പോലെ വെച്ചിട്ട് പണ്ടത്തെ കാര്യം അളക്കണ പൊട്ടന്മാർ സമൂഹത്തിൽ ഒരുപാടുണ്ട്. എത്രയോ നമ്മൾ കേൾക്കുന്നുണ്ട്, വാപ്പ ഞാൻ ഗാന്ധിയനാകാൻ തീരുമാനിച്ചു, ഇനി മുതൽ ഞാൻ ഗാന്ധിയനാണ്. ആ മാനെ നല്ല സ്വഭാവം നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ, നല്ല തന്നെ, ഗാന്ധി നല്ല മനുഷ്യനായിരുന്നു. എന്നാ പിന്നെ വാപ്പ 15 വയസ്സിൽ ഗാന്ധി പെണ്ണെട്ടിയില്ലേ, എന്നാ എനിക്ക് ഗാന്ധിയനാകണമെങ്കിൽ എനിക്കും 15 വയസ്സിൽ പെണ്ണെട്ടണ്ടേ എന്ന് പറയുന്ന കാഴ്ചപ്പാടിലേക്ക് നമ്മൾ തരംതാഴരുത്. ഗാന്ധി 15-ാം വയസ്സിൽ പെണ്ണെട്ടിയ ആളാ. അത് വിചാരിച്ചു നമ്മ 15-ാം വയസ്സിൽ പെണ്ണെട്ടണമെന്ന ഗാന്ധിസം അല്ലല്ലോ. ഇന്നത്തെ മാനദണ്ഡം വെച്ച് അന്നത്തെ ആളുകളെ അളക്കരുത്. അത് വേറൊരു ലോകമാണ്. ആ ലോകം അളക്കാനുള്ള അറിവ് നമുക്കില്ല. അള്ളാഹുവിന്റെ പ്രവാചകർ ജീവിച്ചത് 14 നൂറ്റാണ്ട് മുമ്പാണ്. ആ സമൂഹത്തിലെ കേടില്ലാത്ത ഒരാളാണ് റസൂലുള്ളാഹ്.